ഇതാ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ഞാനൊരു ചെറിയൊരു മിനി ബാഗ് തയ്ച്ചെടുത്ത. അപ്പോൾ ഈ ബാഗ് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ ബാഗ് എങ്ങനെയാണ് കട്ട് ചെയ്ത് തയ്ക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഒരു മിനി പേഴ്സ് ഉണ്ടാവുക, കയ്യിലൊക്കെ ചെറുതായിട്ട് ഒരു മൊബൈൽ ഫോണും കുറച്ച് അത്യാവശ്യം കാശൊക്കെ ഇട്ടിട്ട് എവിടെയും പോകണമെന്നതിന് വേണ്ടി. ഇത് ഈ ഒരു പീസാണ് ഞാനെടുത്തത്. ഇതൊരു തരം ഇതിൻ്റെ സാറ്റൻ പീസാണത്. പിന്നെ എന്താ ഈ കളറ് തുണി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റ കട്ടിങ്സാണ്. ഇനി ഇതൊരു കാര്യം, ഞാൻ ഈ പീസ് കൊണ്ട് ഇതേമാതിരി ഞാൻ ഇത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഹാൻഡിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഈ പീസ് കൊണ്ട്. അപ്പം ആദ്യം തയ്ക്കുന്ന വേണ്ടിയിട്ട് ഈ ഇത് മോൾ ഭാഗം തയ്ച്ചെടുക്കുക നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഇത് അതേമാതിരി ഞാൻ 2 പീസുകൾ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഈ ഒരു പീസിൻ്റെ മുകളിൽ ഈ ഒരു പീസാണ് കാര്യമായിട്ടുള്ളത്. ഈ ഒരു പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇതേമാതിരി ഒരു പീസ് കൊടുക്കുക. ആദ്യം അതിൻ്റെ മുകളിൽ ഹാൻഡിൽ തയ്ച്ചു കൊടുക്കും. ഹാൻഡിൽ അവിടെ ഇങ്ങനെ ഏകദേശം വെച്ച് തയ്ച്ചു കൊടുക്കുക. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഫിറ്റാക്കുക. എന്നാലേ ഇത് ടൈറ്റായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇത് ബുദ്ധിമുട്ടാവും തയ്ക്കുക. അപ്പോൾ അവിടെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കാണിച്ച് ചെയ്യുക. അതേമാതിരി ഞാൻ ഇവിടെ ഫിറ്റാക്കി എടുത്തു. ഇനി അടുത്ത് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പീസ് ഇവിടെ അങ്ങനെ വെച്ച് തയ്ക്കുക. ഇതിൻ്റെ മേലെ ഒരു വേറൊരു പീസ് ഇതേമാതിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് നീളത്തിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ അങ്ങോട്ട് മറയ്ക്കുന്ന സമയത്ത് ഇതേമാതിരി വരും. അപ്പോൾ അതേമാതിരി ഇവിടെ നമുക്ക് തയ്ച്ച് കൊടുക്കാം. നീളത്തിൽ അങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് ഇതേമാതിരി ഞാൻ തയ്ച്ചെടുത്തുകൊണ്ട് ഇനി ഇതിങ്ങോട്ട് തിരിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇതേമാതിരി ഇതിൻ്റെ മേലെ കൂടെ ഒരു പ്രസ് അടിച്ച് കൊടുക്കുക. കണ്ടേ, അപ്പോൾ അതിവിടെ അങ്ങനെ ടൈറ്റായിട്ട് നിന്നാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ടൈറ്റായി പ്രസ് അടിച്ച് കൊടുക്കുക. അതേമാതിരി ഞാൻ ഇവിടെ അങ്ങനെ പ്രസ് അടിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇവിടെ ഈ 2 പീസ് എടുക്കുക. ഈ പീസ് വേണ്ട, ഇത് ലൈനിങ്ങിലേക്ക് പോണ പീസാണ്. അപ്പം അത് പോക്കാതെ ഇതിങ്ങനെ വെച്ചിട്ട് ഈ പീസ് ഉണ്ടല്ലോ, നമ്മുടെ സാറ്റൻ്റെ പീസ് ഉണ്ടല്ലോ, അതാ ഈ പീസ് എടുക്കുക. ഈ പീസ് എടുത്തിട്ട് ഇവിടെ വെച്ച് തയ്ച്ച് കൊടുക്കുക. ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇവിടെ കുറച്ച് നീളത്തിൽ ഇവിടെ അങ്ങനെ തയ്ച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതങ്ങനെ ഇതേമാതിരി ഞെറിയിട്ട് കൊടുക്കുക. കണ്ടോ, ഒരു 3-4 വെച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതേമാതിരി കണ്ട 4 ഞെറിക്ക് ഇവിടെ സ്പേസ് ഉണ്ടാവും. 4 വെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. കണ്ടോ, ഇതേമാതിരി 4 ഇതിങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് എടുക്കുക. ഇത് അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തതുകൊണ്ട് ഇവിടെ അതേമാതിരി ബോർഡർ വെച്ച് തയ്ച്ചെടുത്തു. ഇനി ഇവിടെ ഞാൻ തേച്ച് വെച്ച്, അപ്പോൾ ഇവിടെ അങ്ങനെ നല്ല ഇതിൻ്റെ കിട്ടുമല്ലോ, ഇത്തിരി ഇട്ടാലും ഇതിൻ്റെ മടക്ക് ശരിയായി കിട്ടും. അപ്പം ഇതേമാതിരി ഒരു പീസ് ഇതേമാതിരി ഒരു പീസ് ഉണ്ട്, ഇതേ കളറിൽ ഈ പീസ് ഇവിടെ അങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കുക. അങ്ങനെ തയ്ച്ച് കൊടുക്കുന്ന സമയത്ത് ഇവിടേക്ക് മടങ്ങുമ്പോൾ കാണുന്നതിന് ഈ പീസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഈ പീസ് ഇതവിടെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ തയ്ച്ച് കൊടുത്ത് തിരിക്കുന്ന സമയത്ത് ഇതേമാതിരിയാണ്. അങ്ങനെ ഇവിടെ ഒരു താഴത്തും മേലെ ഒരു ബോർഡറും മാതിരി വരും. അപ്പം അങ്ങനെ അതേമാതിരി തയ്ച്ച് കൊടുക്കുക. അതേമാതിരി ഞാൻ താഴെ ഭാഗത്ത് തയ്ച്ചെടുത്ത് വേണം. അപ്പോൾ അതേമാതിരി ബോർഡർ വന്നില്ലേ, കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഒരു കാര്യമുണ്ട് ഇവിടെ. ഇതേമാതിരി തന്നെ 2 പീസ് വേണമല്ലോ, ഒരു ബാഗിന് 2 പീസ് വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ അതേമാതിരി തന്നെ വേറൊരു പീസ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ആ പീസ്
ഇതേമാതിരി തന്നെ വേറൊരു പീസ് ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ടോ? അപ്പം ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആക്കി കൊടുക്കണം, എന്നാലേ ഇതൊരു ബാഗിൻ്റെ അത് വരുള്ളൂ. അപ്പോൾ ഇതേമാതിരി തയ്ച്ച് വെച്ചിട്ട് ഈ ലൈനിങ്ങിൻ്റെ ഈ പീസ് ഇവിടെ എടുക്കാൻ പാടില്ല. എന്താ കാരണം വെച്ചാൽ ഈ ലൈനിങ്ങിൻ്റെ ഇത് ലൈനിങ് വെക്കാൻ, ബാഗിൻ്റെ ഉള്ളിൽ ലൈനിങ് വെക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കൂട്ടിയടിക്കുക. അതിങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് ഈ 3 സൈഡും തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സൈഡും ബാക്കിയുള്ള സൈഡായിട്ട് 3 സൈഡും തയ്ച്ച് കഴിഞ്ഞാൽ ഈ ബാഗിൻ്റെ ഇതായി. ഇങ്ങനെ ബാഗിൻ്റെ ഇതായി ഇങ്ങനെ ഇതേമാതിരി തയ്ച്ച് കൊടുക്കുക. 3 സൈഡും ഒരേ ലെവലിൽ വെച്ചിട്ട് വേണം തയ്ക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. വിഭാഗമൊക്കെ ഒരേ ലെവലിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഞാൻ ഇവിടെ തയ്ച്ചെടുത്ത ബാഗ് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. കണ്ടേ? നല്ല 3 സൈഡും ഞാൻ തയ്ച്ചെടുത്ത് സൈഡും തയ്ച്ചെടുത്ത് ഈ ഭാഗം ഇതേമാതിരി ഇങ്ങനെ ഒരു ബാഗിന് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതവിടെ അങ്ങനെ സിബും ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ചെറിയ മിനി ബാഗായിട്ട് ഉപയോഗിക്കാം. എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ബാഗിൻ്റെ അടുത്ത് ഞാൻ ഉള്ളിൽ സിബൊക്കെ വെച്ച് ഇതാക്കി പോക്കറ്റൊക്കെ വെച്ചിട്ട് കണ്ടു ഇതേമാതിരി. അപ്പോൾ ഉള്ളിലൊരു ചെറിയ സിബ് വെച്ചിട്ടുണ്ട്, എന്താ വെച്ചാൽ കാശൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതേമാതിരി അത് പോക്കറ്റുണ്ട്. പിന്നെ ഇവിടെ ഇതേമാതിരി ഉള്ളിൽ പോക്കറ്റ് വെച്ച് ഇത് സിബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് സിബ് വയ്ക്കുമ്പോൾ അതേമാതിരി ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ അതാ ഈ ബാഗ് ചെറിയ ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വേസ്റ്റ് ക്ലോത്ത് ആണെങ്കിൽ ആ ക്ലോത്ത് കൊണ്ട് ഒരു ബാഗ് ഉണ്ടാക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ. ക്ലോത്ത് കൊണ്ട് ഞാനൊരു ബാഗ് തയ്ച്ചെടുത്ത. അപ്പോൾ ഈ ബാഗ് ഇതേമാതിരി കാണാനായിട്ട്.